പ്രചരിക്കുന്നത് പോലെ കത്തോലിക്ക സഭ മാതാവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് പൂർണ്ണമായും തെറ്റായുള്ള ഒരു വ്യാഖ്യാനമാണ്. വാസ്തവത്തിൽ സഹരക്ഷക എന്ന പദവി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധമായോ വിശ്വാസ സത്യമായോ ഒരു കാലത്തും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ചില ദൈവശാസ്ത്രജ്ഞന്മാരും ചില പ്രത്യേക ഭക്തി പ്രസ്ഥാനക്കാരും ഈ പദം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഔദ്യോഗികമായ സഭാ പിൻബലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹരക്ഷകയല്ല എന്ന് സഭ പറയുമ്പോൾ അത് നിലവിലുണ്ടായിരുന്ന ഒരു പദവി എടുത്തുമാറ്റത്തിന് തുല്യമല്ല, മറിച്ച് കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളെ കൂടുതൽ ദൃഢീകരിക്കുന്നതാണ്. ഈ തർക്കത്തിന്റെ മൂലകാരണം ദൈവശാസ്ത്രപരമാണ്. കന്യാമറിയം ദൈവത്തെ ഉദരത്തിൽ വഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഭാഗ്യവതിയായ ഒരു മനുഷ്യ സ്ത്രീയാണ്. അവർ പാപരഹിതയും പരിശുദ്ധിയുമാണെങ്കിലും അവർ ദൈവമല്ല, രക്ഷകന്റെ മാതാവാണ്. എന്നാൽ ദൈവമാതാവ് എന്ന പദവി പോലും അത് ക്രിസ്തുവിന്റെ ദൈവമനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ആദ്യകാല സഭാ തർക്കങ്ങളിൽ നിന്നും ഉണ്ടായതാണെന്നും ചരിത്രം പറയുന്നുണ്ട്. മറിയം പരിപൂർണ മനുഷ്യജന്മം സ്വീകരിച്ചവളാണ്. എന്നാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യാവതരണമായതിനാൽ ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ഈ മൗലികമായ വ്യത്യാസം നിലനിൽക്കുന്നിടത്തോളം കാലം രക്ഷാകർമ്മത്തിൽ മറിയത്തെ ക്രിസ്തുവിന് തുല്യമായ പദവിയിൽ കാണുന്നത് ദൈവശാസ്ത്രപരമായി ശരിയല്ല എന്ന ചിന്തയാണ് ഈ രേഖയ്ക്ക് പിന്നിലുള്ളത്.